ഹായ് ഫ്രണ്ട്സ്, നല്ല കിടിലൻ ടേസ്റ്റ് നല്ല മൊരി ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുത്താലോ? അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കല്ലേ. അതേ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചിക്കനിലുള്ള മസാല ഒട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകും പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു നുള്ള് ഗരം മസാല 1/4 ടീസ്പൂൺ മതി കേട്ടോ, അതും ഇട്ട് കൊടുക്കുക. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക, അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ. പിന്നെ ഞാൻ കോൺഫ്ലവർ പൊടി ഉപയോഗിച്ചിട്ടില്ല, അതിന് പകരം മൈദയും അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ടീസ്പൂണ് കോൺഫ്ലവർ പകരം ഒരു വലിയ ടീസ്പൂണ് മൈദയും 1 വലിയ ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുത്തതും ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വരാം. അപ്പോൾ എന്താ അടിച്ചെടുത്തു, നമ്മൾ ചിക്കൻ ഇട്ട് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, അടിയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. മറ്റൊരു റെസിപ്പി ആയിട്ട് നാളെ വരാം.